ഹലോ, ഇതൊരു വലിയ രോഗമൊന്നുമല്ല. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ എൻ്റെ ഇയർ ബാലൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഞാനിത് വന്നതും എനിക്കിത് എങ്ങനെയാണ് മാറി എന്നതും ആണ് ഞാനിതിൽ പറയുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം കേട്ടാൽ മതി. അതായത് ഇത് വന്ന് അനുഭവിച്ചവർക്ക് അറിയാം ഇതിൻ്റെ പെയിൻ എത്ര മാത്രം ഉണ്ടെന്നുള്ളത്. പെയിൻ എന്ന് പറയുമ്പോൾ ശരീരത്തിന് മാത്രമല്ല, മെൻ്റലി ഫിസിക്കലി നമ്മളെ തളർത്തുന്ന ഒരു അസുഖമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് വലിയ മാറാ രോഗമൊന്നുമല്ല. പക്ഷേ ഒരു മനുഷ്യന് നടക്കാൻ പറ്റാത്ത വിധം ആക്കാനുള്ള ശക്തിയുള്ള ഒരു അസുഖം തന്നെയാണിത്. ഇത് വലിയ അസുഖമൊന്നുമല്ല. ഇതിനാണോ ഒന്ന് കെടുക്കുന്നത്, അല്ലെങ്കിൽ ഇതാണോ വലിയ രോഗം, ഇതിനും വലിയ രോഗികളില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇത് അനുഭവിച്ചവർക്ക് മാത്രമാണ് ഇതിൻ്റെ വേദന, ഇതിൻ്റെ പ്രയാസങ്ങളും അറിയുള്ളൂ. നടക്കുമ്പോൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ തല കറങ്ങുകയോ, മുകളിലോട്ട് നോക്കാൻ പറ്റില്ല, സൈഡിലോട്ട് നോക്കാൻ പറ്റില്ല, താഴത്തോട്ട് നോക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ കൃഷ്ണമണി ഉണ്ടല്ലോ, എനിക്ക് അതിങ്ങനെ ആ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുന്ന പോലെ തോന്നാറുണ്ട്. വോമിറ്റിംഗ് ടെൻഡൻസി, ആദ്യമൊക്കെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നില്ല. ചെറിയ ഒരു തലകറക്കത്തിൽ തുടങ്ങി, പിന്നെ വലിയ തലകറക്കമായി. അതിനുശേഷം വോമിറ്റിംഗ് ടെൻഡൻസി, ഹെഡ് ഏക്ക്, ചെവിട്ടിൽ നിന്നിട്ട്, അതായത് നമ്മുടെ ചെവിയിൽ നിന്ന് വെള്ളം വരുന്ന പോലെയല്ല വരുന്നു, അതുപോലെയുള്ള സ്റ്റാർട്ടാവാൻ തുടങ്ങി. ഇതൊക്കെ സ്റ്റാർട്ടാവുന്നതിനപ്പുറം നമുക്ക് ഫിസിക്കലി മെൻ്റലിയും കൂടി നമ്മൾ തളരും. അതായത് നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. ഇതാവുമ്പോൾ നമുക്ക് ബാലൻസ് ഇല്ല, എപ്പോൾ വേണമെങ്കിലും വീഴും എന്നുള്ള ചിന്ത. അപ്പോൾ ഞാനിവിടെയുള്ള ലേഡി ഡോക്ടറെയാണ്, അതായത് ആന്ധ്രയിലുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒരു ലേഡി ഡോക്ടറെ കാണിച്ചു. അപ്പം ഞാൻ ചിന്തിച്ചു, ഇതായിരിക്കും ഞാൻ കാണിക്കുന്ന അവസാനത്തെ ഡോക്ടർ. അത്രയും ഞാൻ തളർന്നു പോയിട്ടുണ്ടായിരുന്നു, ഫിസിക്കലി മെൻ്റലി ഒക്കെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം എൻ്റെ ഫീലിങ്സ്, അതായത് ഒരു ചെറിയ കുഞ്ഞുള്ള ഒരു അമ്മയുടെ ഫീലിങ്സ് പെട്ടെന്ന് തന്നെ ഡോക്ടർക്ക് മനസ്സിലായി. എനിക്ക് മെഡിസിൻ എഴുതി തന്നു. പിന്നീട് ഞാൻ ആ ഡോക്ടറെ കാണാൻ ശ്രമിച്ചെങ്കിൽ അവിടെ ആ ഡോക്ടറെ ഉണ്ടായിരുന്നില്ല. കാരണം അത് ഇവിടുത്തെ ആന്ധ്ര ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊന്നും ഒരു ഡോക്ടർമാരും സ്ഥിരമായിട്ട് ഇരിക്കില്ല, മാറിക്കൊണ്ടേയിരിക്കും. പിന്നീട് ആ ഡോക്ടറെ കാണാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇത്രയും വർഷമായിട്ടും. പിന്നീട് കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ പോയപ്പോൾ ഡോക്ടർ അരുൺ എന്ന് പറഞ്ഞ സരോജയിലെ ENT ഡോക്ടറെ കാണിക്കാനിടയായി. അവിടെ നിന്നാണ് ട്വിസ്റ്റ്. അതായത് അവിടെ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ബാലൻസ് ഭയങ്കരമായിട്ട് പോയിട്ടിരിക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ കാര്യം, താൻ കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക, ഒരുപാട് ടെൻഷനും ഇങ്ങനെയുള്ള സംസാരവും ഇത് മാറില്ല എന്നുള്ള രീതിക്കുള്ള സംസാരമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഫസ്റ്റ് എന്നെ ചീത്ത പറയാൻ തുടങ്ങി. പിന്നീട് ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ നേഴ്സുമാരും ഡോക്ടറും കൂട്ടിയിട്ട് പറഞ്ഞു. അതൊക്കെ അവരവിടെ ചെയ്യിപ്പിക്കും. അങ്ങനെ കറക്റ്റ് ചെയ്ത്, അതായത് നമ്മുടെ ബാലൻസ് കറക്റ്റ് ചെയ്ത് അവിടെ തന്നെ എനിക്ക് ഇട്ട് തരുമായിരുന്നു. കറക്റ്റ് ചെയ്ത് ഇടുക എന്നാണ്, ബാലൻസ് പോയി കഴിഞ്ഞാൽ അത് ശരിയാക്കുന്നതിന് പറയുന്ന വേർഡ്. അപ്പോൾ 2 ദിവസം ഡോക്ടർ റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കത് മാറി. പിന്നീട് ഒരു വർഷത്തേക്ക് എനിക്കത് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല. ഇനി എന്നാ വരികയെന്നറിയില്ല. ഇനി വന്നാലും കുഴപ്പമില്ല, ഡോക്ടർ അരുൺകുമാർ അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പം എന്തായാലും അരുൺ ഡോക്ടർക്ക് ഒരുപാട് നന്ദി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടർ ഉള്ളത് കൊണ്ടാണ് ഇത് മാറിയത്. ഒത്തിരി ഡോക്ടേഴ്സ് കാണിച്ചിട്ടും എനിക്ക് മാറാത്തൊരു കാര്യം ഈ ഡോക്ടറെ കാണിച്ചപ്പോൾ മാറി. ചിലർക്ക് അങ്ങനെയാണ്, ചില ഡോക്ടർമാർ പറ്റും, ചിലർ പറ്റില്ല. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഡോക്ടേഴ്സിന്. അതായത് ചില ഡോക്ടേഴ്സ് എത്ര ഫേമസ് ആയ ഡോക്ടേഴ്സിനെ കാണിച്ചാലും ചിലവർക്ക് ഒരു അസുഖം മാറില്ല. പക്ഷേ ചിലവർക്ക് ഒരു ചെറിയ ക്ലിനിക്കിൽ പോയാൽ ചിലപ്പോൾ ആ അസുഖം മാറിയെന്നും വരാം. പിന്നെ എനിക്ക് സെക്കൻഡ് ഡെലിവറിയിലും ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇയർ ബാലൻസ് പോയിരുന്നു. അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ മൊത്തം ലോക്ക്ഡൗൺ ആണ്, ഡോക്ടേഴ്സ് ഇല്ല. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു ഡോക്ടറെ ഓൺലൈൻ വഴിക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്തു. ആ ഡോക്ടർ എനിക്ക് മെഡിസിൻ തന്നു. അപ്പോഴും എനിക്കത് കുറവായി. അപ്പോഴും ഈ മെഡിസിൻ പ്രഗ്നൻ്റ് ആയാലും ശരി, പ്രഗ്നൻസി ഇല്ലെങ്കിലും ശരി, ഈ ഇതുപോലുള്ള വെർട്ടിക്കോ സംബന്ധമായ മെഡിസിൻസ് അത്ര നല്ലതൊന്നുമല്ല നമ്മുടെ ബോഡിക്ക്. ഒരു മെഡിസിൻസും അത്ര നല്ലതല്ല, സൈഡ് എഫക്റ്റ് എന്തായാലും ഉണ്ടാവും. പക്ഷേ ഞാൻ ഒരുപാട് വർഷം, 5 വർഷത്തോളം ഞാൻ മെഡിസിൻ കഴിച്ച്, എനിക്ക് 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡോക്ടർ മരുന്ന് തന്നതും, ഈ അരുൺ ഡോക്ടറെ കാണുന്നതും, മെഡിസിൻ തരുന്നതും, ഇത് കറക്റ്റ് ചെയ്ത് ഇടണം ഒക്കെ. അങ്ങനെയാണ് എനിക്ക് ഇയർ ബാലൻസ് ഒക്കെ കുറഞ്ഞത്. അപ്പം നമുക്ക് എന്തെങ്കിലും, ഇപ്പോൾ ഈ വീഡിയോ ഡോക്ടറെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ തൃശ്ശൂരുള്ള ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള പ്രൊമോഷനോ ഒന്നുമല്ല. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ തന്നെ, ഇതുപോലുള്ള അസുഖം, ഇതുപോലെ എയർ ബാലൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അരുൺ ഡോക്ടറെ പോയി കാണാം. നല്ല ഡോക്ടറാണ്, എനിക്ക് അത് വിശ്വാസമാണ്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു ഡോക്ടറെ പറ്റണം എന്നൊന്നുമില്ല. അതുകൊണ്ട് ഇനി എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അവിടെ പോയി എനിക്ക് മാറിയില്ലല്ലോ എന്നൊന്നും പറയണ്ട. ഡോക്ടർ അരുൺകുമാർ ENT സ്പെഷ്യലിസ്റ്റ്, സരോജ ഹോസ്പിറ്റൽ, വളരെ നല്ല ഡോക്ടറാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ്.
ഈ തലകറക്കം വന്നിട്ടുള്ള ഒരു വ്യക്തിക്കുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഫിസിക്കലി മെൻ്റലി അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാര്യം, ഒന്ന് ഫിസിക്കലി നമുക്ക് ഒന്നിനും കഴിയില്ല, അതായത് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ, ഒന്ന് വാഷ്റൂം കൂടെ പോകാൻ ഒറ്റയ്ക്ക് പറ്റാത്ത ഒരവസ്ഥ. മെൻ്റലി എന്ന് പറയുന്നത് ഒരാൾ പോലും ഈ അസുഖം നമ്മുടെ മനസ്സിലാക്കില്ല, അവർക്ക് മനസ്സിലാവില്ല. ചെറിയൊരു തലകറക്കല്ലേ, അതിനൊക്കെ ഒരു മാസമാണോ എന്ന് പറയുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയൊക്കെ ഇതൊരുപാട് എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അതെനിക്ക് പറയാതിരിക്കാനും വയ്യ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം എന്നില്ല എന്നുള്ളതും എനിക്കറിയാം. എനിക്കും സൊസൈറ്റിയിൽ നിന്നും മറ്റു പലരിൽ നിന്നും ഇതൊക്കെ ഒരു അസുഖമാണോ എന്ന് പറഞ്ഞുള്ള കുത്തുവാക്കുകളും വിഷമാവുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയ പോലെ ഫാമിലി സപ്പോർട്ടൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പക്ഷേ നിങ്ങൾ തളരരുത്. ഞാൻ ഒരുപാട് തളർന്നിട്ടുള്ളതാണ്, ഒരു കോൺഫിഡൻസ് ഇല്ലാതായിട്ടാണ്. മരിച്ചാൽ മതി എന്നൊക്കെ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്ന ശവം പോലെ എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ധൈര്യമായി. കാരണം ഒരു വർഷമായിട്ട് ഇതൊന്നും പ്രശ്നമില്ല. ഇനി പ്രശ്നം വന്നാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നല്ല നല്ല ഡോക്ടേഴ്സ് കേരളത്തിലും നമുക്ക് നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. അവരെയൊക്കെ കാണിച്ച് പതിയെ മാറുന്നേ. മാറാൻ രോഗമൊന്നുമല്ലല്ലോ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ കാണിക്കുന്ന റെസിപ്പി ഇതിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അതും കൂടെ ചെയ്ത് നോക്കിക്കോ. ഞാനിതെൻ്റെ അനുഭവമാണ് പറഞ്ഞിട്ടുള്ളത്. പ്രഗ്നൻസി ടൈമിലും എനിക്ക് ഇതുപോലെ ഇയർ ബാലൻസ് പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. ആ ഇയർ ബാലൻസ് പ്രോബ്ലം വന്ന സമയത്ത് അന്ന് കോവിഡ് സമയമായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം സെക്കൻഡ് പ്രഗ്നൻസി ടൈമിലായിരുന്നു എനിക്ക് വീണ്ടും ഇയർ ബാലൻസ് പ്രോബ്ലം വന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അങ്ങനെ മോള് ഒരു 4 വയസ്സ് 3.5 വയസ്സൊക്കെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് ചെറിയ മോൾക്ക് 3.5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ആണ് ഞാൻ ഈ അരുൺ ഡോക്ടറെ കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ. ആ ഡോക്ടർക്ക് എന്നെ ഓർമ്മയൊന്നും ഉണ്ടാവില്ല, ഒരുപാട് പേഷ്യൻസ് പോണതാണ്. പക്ഷേ നമ്മളെ ട്രീറ്റ് ചെയ്ത് നമ്മുടെ ഈ അസുഖം മാറ്റിയ ആൾക്കാർ നമുക്ക് ദൈവം തന്നെയാണ്. അപ്പോൾ ഞാൻ കാണിച്ചത് തൃശ്ശൂരുള്ള സരോജ ഹോസ്പിറ്റലിലെ ENT അരുൺകുമാറിനെ ആയിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അഡ്രസ്സ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ വെള്ള പ്രശ്നങ്ങൾ ENT സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ. ഈ അവസരത്തിൽ സത്യം പറയുകയാണെങ്കിൽ ആന്ധ്രയിലുള്ള ലേഡി ഡോക്ടറെ മുഖം എനിക്കിപ്പോഴും മനസ്സിലുണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, കാരണം അത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ആ ഡോക്ടറെ കാണുന്നതും. പിന്നെ സെക്കൻഡ് ഡെലിവറി ടൈമിലും അതുപോലെ സെക്കൻഡ് പ്രഗ്നൻസി ടൈമിലും എനിക്ക് ബാലൻസിൻ്റെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഡെലിവറി ടൈമിലൊക്കെ നമുക്ക് ബാലൻസ് പോയി കഴിഞ്ഞാൽ ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ പ്രഗ്നൻസിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലൊക്കെ ബാലൻസ് പോയപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. ആ സമയത്ത് കോവിഡ് ടൈം ആയിരുന്നു. അതായത് കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഡോക്ടേഴ്സും അവൈലബിൾ അല്ല, അതായത് എല്ലാ ഡോക്ടേഴ്സെയും കിട്ടില്ല. വളരെ ചുരുക്കം ഹോസ്പിറ്റൽ മാത്രമായിരുന്നു ആന്ധ്രയിൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ നമ്മുടെ നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ ഓൺലൈനായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് മെഡിസിൻ വാങ്ങിച്ച് കഴിച്ചു. അപ്പോഴാണ് എനിക്ക് അത് കുറവായത്, ബാലൻസ് പ്രോബ്ലം കുറവായത്. എന്തോ ദൈവാനുഗ്രഹത്തിന് ലാസ്റ്റ് ഡെലിവറി ടൈമിലൊന്നും, അതായത് ഡെലിവറി നടക്കുന്ന സമയത്തൊന്നും ബാലൻസ് പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബാലൻസ് പോകാൻ വലിയ വലിയ കാരണങ്ങളൊന്നും വേണ്ട. ഒന്ന് തല അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയോ വലിയ സ്ട്രെയിൻ കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലും എൻ്റെ ബാലൻസ് പോവും. തലയ്ക്കൊരു ബാലൻസ് ഇല്ലാത്ത ആളാണെന്ന് അർത്ഥം ഞാൻ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഞാനിപ്പോൾ ചിരിച്ചു പറയുന്ന കാര്യം അന്നൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ബാലൻസ് വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. വരണമെങ്കിൽ വരട്ടെ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ധൈര്യമുണ്ട് എനിക്ക്. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് വിക്കി പറയുന്നത് എനിക്കിങ്ങനെ പറഞ്ഞ ശീലമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്ന് ഞാൻ അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ മക്കളൊക്കെ വരുന്ന സമയമായി. ഇപ്പം ഞാൻ കുഴപ്പമില്ല, ഇപ്പം ഞാൻ ഹാപ്പിയാണ്. 2 കുട്ടികളെയൊക്കെ നോക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, ഇപ്പോഴും ഞാൻ പെട്ടെന്ന് മുകളിലോട്ട് നോക്കുക, താഴത്തോട്ട് നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നമ്മൾ ബാലൻസ് പോയിട്ടുള്ള ആൾക്കാരാണ്. ഇയർ ബാലൻസ് അസുഖമുള്ളവർ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യത്തിൽ എപ്പോഴും ജാഗ്രത പുലർത്തണം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അത് അരുൺ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്. ലൈഫ് ലോങ് നമ്മൾ കുറച്ച് ജാഗ്രതയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതാണ് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരാമെന്ന് പറയുന്നില്ല, വേറെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. കാരണം ഇതുപോലുള്ള അസുഖങ്ങളൊന്നും ഇനി എനിക്കും വരാതിരിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ, സി യു.